സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് ഏറെക്കുറെ ഇത്രത്തോളം മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മീനെന്ന് പറയുന്നത് കൂരൽ എന്നാണ് ഈ ഒരു മീനിൻ്റെ പേര്. ഇതിനെ വറുത്ത് കഴിക്കാനുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുരുമുളകും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് യാറിൻ്റെ തീരത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു മീനെ കുരുമുളക് ഇട്ട് നാടൻ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. നമ്മൾ സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വിറകും കാര്യങ്ങളുമൊക്കെ യാറിൻ്റെ തീരത്ത് നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഉപ്പും മുളകും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കപ്പയും നമ്മൾ പുഴുങ്ങി കഴിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പങ്കിടാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് യദുവുണ്ട്, അനന്തുവണ്ണനുണ്ട്, അതുപോലെ തന്നെ ജിത്തുവണ്ണനുണ്ട്. യദു ഇവിടെ ദാണ്ട് കപ്പയ്ക്ക് വേണ്ടി കപ്പ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് കുരുമുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണ എടുത്തിട്ടുണ്ട്, മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ജിത്തുവണ്ണൻ അവിടെ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ മീനെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി എന്തായാലും മീനിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. കുക്കിങ്ങിലേക്ക് കിടക്കാം.
നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിടെ തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മീൻ മസാല വരട്ടി എടുക്കേണ്ട പരിപാടി കൂടെ ഉള്ളൂ. നമ്മളിവിടെ മസാലയ്ക്ക് വേണ്ടി നാടൻ രീതിയിൽ തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ്. പാത്രം റെഡിയായി, അടുപ്പ് കൂട്ടി റെഡിയായി. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മീനി മസാല പുരട്ടി അടുപ്പിലേക്ക് എണ്ണ ഒഴിച്ച് മീനെ പാകമാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പച്ച കുരുമുളകാണ്. നമ്മുടെ തന്നെ പറമ്പിൽ ഉണ്ടായി വന്ന പച്ച കുരുമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് മസാല ഉണ്ടാക്കി ഇതിൽ പുരട്ടി എടുക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇനി കുരുമുളക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് കപ്പ വെക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ നമ്മൾ മീനും വെക്കുന്നതായിരിക്കും. ആദ്യം കപ്പയൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ഇതിവിടെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുരുമുളകൊക്കെ റെഡിയായി വരുന്നു. ഉടനെ തന്നെ നമ്മൾ മീനും ഇതൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. കോട്ടയില്ലേ കളത്തിടുന്നില്ല. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരികയാണ്. നമ്മൾ മീൻ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇടാ, അത് മൊത്തം ഇടാ. അത് വേണം. വേണ്ട, ഞാൻ കമ്പട്, മറ്റേ കമ്പട്. അതെനിക്കൊന്ന് വെച്ചേക്കടാ. റൈറ്റ് ടൈമില്ല അത് ഇട്ടത്. കറക്റ്റ് തീ നന്നായിട്ട് കയറി.
അപ്പോൾ നമ്മുടെ മീൻ മിണ്ടായിട്ടാ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏറെക്കുറെ റെഡിയായി വരികയാണ്. ഇനി നമുക്ക് ഈ മീൻ ഇലയിലേക്ക് വിളമ്പാം. ഇത് അടന്നു പോകും. അപ്പോൾ നമ്മുടെ കപ്പ വെന്തെന്ന് നോക്കുവാണ്. കപ്പ ഏകദേശം വെന്തിരിക്കുന്നു. ഇനി കപ്പ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പ നമ്മുടെ ഇലയിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ നമുക്കറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. സംഭവം വേറെ ലെവലാണ്. സൂപ്പർ. മസാല ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നാട്ടിൻ്റെ ഈ വക്കത്തിരുന്ന് തിന്നുമ്പോൾ ഒരു സ്പെഷ്യൽ വൈബാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് പിടിച്ച മീൻ ഇവിടെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു സംഭവത്തിന്. മസാലയുടെ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് എടുത്തറിയാമായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ കഴിക്കുമ്പം അതിനൊരു സ്പെഷ്യൽ വൈബ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ കോന്നിയുടെ പ്രകൃതി രമണീയമായ കാര്യങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ തുടർന്ന് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക.